പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമസ്കാരം. ദേശീയ തലത്തിലെ വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി നേഷൻ ഫസ്റ്റിൻ്റെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ഞാൻ എസ് ശ്രീകാന്ത്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഒരു പോസിറ്റീവ് വാർത്തയോടുകൂടി തന്നെയാണ്, പോസിറ്റീവ് വാർത്തയോടുകൂടി തന്നെ നേഷൻ ഫസ്റ്റ് നമ്മൾ ആരംഭിക്കാനും പോവുകയാണ്. അതായത് ഭാരതം ഇനി മാവോയിസ്റ്റ് മുക്ത രാജ്യമാണ്. അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുള്ളത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടിയാണ്. ഇന്നലെ ഛത്തീസ്ഗഡിൽ നടന്ന ഒരു പരിപാടിയിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഭാരതത്തെ മാവോയിസ്റ്റ് മുക്ത രാജ്യമായി പ്രഖ്യാപിക്കുകയുണ്ടായത്. 55 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ ചോരക്കളിക്കാണ് ഇപ്പോൾ അറുതിയായിരിക്കുന്നത്. നമുക്കറിയാം, പശുപതിനാഥ ക്ഷേത്രം തുടങ്ങി തിരുപ്പതി വരെ നീണ്ടു നിൽക്കുന്ന റെഡ് കോറിഡോറിൽ അവരൊഴുക്കിയ ചോര, 55 വർഷത്തോളം അവരൊഴുക്കിയ ചോരയ്ക്ക് കണക്കില്ല. അവർ കൊന്നു തള്ളിയ പാവപ്പെട്ട മനുഷ്യർക്ക് കണക്കില്ല. ചൈനയുടെയും മറ്റും സഹായത്തോടെ ആയുധങ്ങൾ സംഭരിച്ച് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളെ വെല്ലുവിളിച്ച് ജൻധാന സർക്കാർ ഉണ്ടാക്കി ഭരിച്ച മാവോയിസ്റ്റ് ഭീകരർ അമിത്ഷാ എന്ന് പറയുന്ന രാഷ്ട്രീയ ചാണക്യന്റെ നിശ്ചയദാർഢ്യമുള്ള നേതാവിന്റെ മുന്നിൽ ആയുധം വെച്ച് സമസ്താപരാധം പറഞ്ഞ് കീഴടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ ഛത്തീസ്ഗഡിൽ കാണുകയുണ്ടായത്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കാണുകയുണ്ടായത്. നേരത്തെ പളനിയപ്പൻ ചിദംബരം എന്ന പി ചിദംബരം രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ ഇവരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞത് നമുക്കറിയാം. അരുന്ധതി റോയിയും ഡാനിയേൽ രാജ എന്ന CPIയുടെ ജനറൽ സെക്രട്ടറി ഡി രാജയുടെ ഭാര്യ ആനി രാജയൊക്കെ ഈ മാവോയിസ്റ്റുകളെ പിന്തുണച്ച് രംഗത്ത് വന്നതും നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രി ചുമതലയേറ്റെടുത്തതോടെ മാവോയിസ്റ്റുകളുടെ കഷ്ടകാലം തുടങ്ങി എന്ന് പറഞ്ഞാൽ മതി. കൊടും ഭീകരനായ ഹിഡുമയടക്കം കാലപുരിക്കയച്ചുകൊണ്ടാണ് നമ്മുടെ സേനാ വിഭാഗങ്ങൾ ഈ മാവോയിസ്റ്റ് ഭീകരതയ്ക്ക് അറുതി വരുത്തിയിരിക്കുന്നത്. ഛത്തീസ്ഗഡിലെ ബസ്തറിൽ നടന്ന ചടങ്ങിലാണ് ഈ ചരിത്ര പ്രഖ്യാപനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി നടത്തിയത്. 2024 ജനുവരിയിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച 2026 മാർച്ച് 31 എന്ന സമയപരിധിക്കുള്ളിൽ തന്നെ ഈ മാവോയിസം, ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരത തുടച്ചു നീക്കാൻ നമുക്ക് സാധിച്ചു. വസന്തത്തിന്റെ ഇടിമുഴക്കം എന്ന പേരിൽ നക്സൽബാരിയിൽ ചാരു മജുംദാറൊക്കെ ചേർന്ന് തുടങ്ങിയ ഈ നശിച്ച പ്രവർത്തനം അത് ഇന്ത്യയിൽ തന്നെ കുഴിച്ചു മൂടിയിരിക്കുന്നു, ബസ്തറിൽ തന്നെ കുഴിച്ചു മൂടിയിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി വസന്തത്തിന്റെ ഇടിമുഴക്കത്തിന് മുകളിൽ വെള്ളം കോരിയൊഴിച്ച് കെടുത്തിയിരിക്കുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറ്റവും സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ആദ്യം നമ്മൾ പങ്കുവെച്ചത്. ഞാനും ഈ ദന്തേവാഡയിൽ പോയിരുന്നു. ഒരു 7 ദിവസത്തോളം ദന്തേവാഡയിൽ ഉണ്ടായിരുന്നു. ശക്തിപീഠങ്ങളിൽ ഒന്നായ മാ ദന്തേശ്വരിയുടെ പേരിൽ, ദേവിയുടെ ദന്തം വീണ, പല്ല് വീണ സ്ഥലമാണെന്നാണ് കരുതുന്നത്. മാ ദന്തേശ്വരിയുടെ പേരിലാണ് ദന്തേവാഡ അറിയപ്പെടുന്നത് എന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം? ദന്തേവാഡ നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിൽ വരുന്നത് ഈ നക്സൽ ഭീകരതയുടെ, ഈ മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഭീകരതയുടെ പേരിലാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം, ഏഷ്യയുടെ നയാഗ്ര എന്ന് പറയുന്ന ചിത്രകൂട് വെള്ളച്ചാട്ടം ഈ ബസ്തറിലാണ്. എത്ര പേർക്കറിയാം? ഞാൻ അവിടെ പോയിരുന്നു. ഞാൻ ഈ മാ ദന്തേശ്വരി മന്ദിറിലടക്കം പോയിരുന്നു. അപ്പോൾ അനവധി സൗന്ദര്യമുള്ള സ്ഥലങ്ങൾ, ആധ്യാത്മികപരമായി പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ ഒക്കെ തന്നെയുള്ള സ്ഥലമാണ് അവിടം. നിങ്ങൾക്കറിയാമോ, 29 സ്കൂളുകളാണ് ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരർ ചുട്ടരിച്ചത്. അവിടെ ഒരു അധ്യാപകനെ, കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകി എന്ന പേരിൽ അധ്യാപകനെ വെടിവെച്ച് കൊലപ്പെടുത്തിയവരാണ് മാവോയിസ്റ്റുകൾ. ഇന്ദ്രാവതി നദിക്ക് കുറുകെ പാവപ്പെട്ട ആദിവാസി സഹോദരങ്ങൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാതിരിക്കാൻ അവിടെ ഒരു പാലം പണിയാൻ അവർ സമ്മതിക്കില്ലായിരുന്നു. അതവരുടെ ലൈൻ ഓഫ് കൺട്രോൾ ആയിരുന്നു എന്നാണ് ഈ മാവോയിസ്റ്റുകൾ പറഞ്ഞിരുന്നത്. അപ്പോൾ അവയെല്ലാം മറികടന്നാണ് ഏതാണ്ട് റേഷൻ കടകൾ കത്തിക്കും, പോസ്റ്റ് ഓഫീസുകൾ കത്തിക്കും, കറണ്ട് വൈദ്യുതി ലൈനുകൾ വലിക്കാൻ സമ്മതിക്കില്ല, പോസ്റ്റുകൾ അടിച്ചു പൊളിച്ചു കളയും, അതോടൊപ്പം ഈ ഫോൺ ടവറുകൾ സ്ഥാപിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ ഒരു 19 കൊല്ലം പിറകിലേക്ക് ഈ സംവിധാനത്തെ മുഴുവൻ കൊണ്ടുപോയതാണ് ഈ മാവോയിസ്റ്റുകൾ. ഇപ്പോഴിതാ അവിടെ സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചം വീശിയിരിക്കുന്നു. ഒരു കാര്യം എടുത്തു പറയേണ്ടത്, അവിടെ വനവാസി കല്യാണാശ്രമം പോലെയുള്ള സ്ഥാപനങ്ങൾ വർഷങ്ങളോളം പ്രവർത്തിച്ച് ആദിവാസികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. ഞാൻ ബസ്തറിൽ പോയ സമയത്ത്, ദന്തേവാഡയിൽ പോയ സമയത്ത് അവിടെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു വനവാസി കല്യാണാശ്രമിന്റെ ഒരു വലിയ കെട്ടിടം തകർത്ത് കത്തിച്ച് ചാമ്പലാക്കിയിട്ടിരിക്കുന്നു. അവിടെ 7 വനവാസി കല്യാണാശ്രമിന്റെ പ്രവർത്തകരെ ചുട്ടരിച്ചു കൊന്നു ഈ മാവോയിസ്റ്റുകൾ. അപ്പോൾ ആ
വിനാശകരമായ കാലഘട്ടത്തിന് അറുതിയായിരിക്കുന്നു. എൻ്റെ ഒരു സുഹൃത്തു കൂടി അവിടെയുണ്ട്, ദന്തേവാഡയിൽ. റോണക് എന്നാണ് പേര്. റോണക്കിനൊപ്പമാണ് ഞങ്ങൾ ആ സ്ഥലം മുഴുവൻ കറങ്ങിയത്. റോണക്കൊരു മാവോയിസ്റ്റ് അനുഭാവി കൂടിയാണ്. പക്ഷെ അവന് വേറെ വഴിയില്ല. നല്ല വിദ്യാസമ്പന്നനായ ചെറുപ്പക്കാരൻ. അവിടെ ജീവിക്കണമെങ്കിൽ അവരുടെ അനുഭാവിയായി തുടർന്നേ തീരൂ. വളരെ നന്നായി സഹായിച്ചു. ജനം ടി വി അതിൻ്റെ ഒരു പരമ്പര തന്നെ ജനം ടി വി പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ഒരു തവണ കൂടി ഞങ്ങൾ അവിടെ പോകുന്നുണ്ട്. അന്ന് ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച, പ്രധാനമന്ത്രി സഡക് യോജനയിലൂടെ അവിടെ റോഡുകൾ പണിത് കൂട്ടിയിരിക്കുന്നു. അതോടൊപ്പം എല്ലാ സ്ഥലങ്ങളിലും പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ വീടുകൾ നൽകുന്നു. ജൽജീവൻ മിഷനിലൂടെ വെള്ളം എത്തിക്കാനുള്ള സംവിധാനം നൽകുന്നു. ഇന്ദ്രാവതി നദിക്ക് കുറുകെ ഈ കൊടും മാവോയിസ്റ്റുകളെ വെല്ലുവിളിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവിടെ പാലം പണിതാണ് അവിടേക്ക് എത്താൻ അവർക്ക് സാധിച്ചത്. ഞാൻ ഈ കോൺഗ്രസ് നേതാവ് മഹേന്ദ്ര കർമ്മയും 27 കോൺഗ്രസ് പ്രവർത്തകരെയും ഈ മാവോയിസ്റ്റുകൾ ചുട്ടരിച്ച ഗ്രാമത്തിലും പോയിരുന്നു. അങ്ങനെ അവർ വെല്ലുവിളിച്ചതാണ് അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തെയും അവിടുത്തെ സർക്കാർ സംവിധാനങ്ങളെയും. അവിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും ഇച്ഛാശക്തി കൊണ്ടിതാ മാവോയിസം മണ്ണോട് മണ്ണ് ചേർന്നിരിക്കുന്നു. ഇപ്പോൾ വെടിയുമില്ല, പുകയുമില്ല എന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഒരു തവണ കൂടി ജനം ടി വി ബസ്തർ സന്ദർശിക്കും, ദന്തേവാഡയിൽ പോകും. അവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ആ സന്തോഷ വാർത്തയിൽ നിന്ന് നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. അതായത് വിജയ് തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഇതാ വിവാദങ്ങൾ തലപൊക്കി തുടങ്ങിയിരിക്കുന്നു. ഈ രാജ്യത്താകമാനം ഈ മാവോയിസ്റ്റ് പ്രവർത്തനത്തെ അടക്കം അടിച്ചൊതുക്കി. കശ്മീരിൽ ഏതാണ്ടെല്ലാം നീറ്റായിട്ടുണ്ട്. അതിനിടയിൽ വിജയ് ആദ്യത്തെ വെടിപൊട്ടിച്ചിരിക്കുന്നു. അതായത് LTTE നേതാവ് വേലുപ്പിള്ള പ്രഭാകരന് അയാളുടെ ചരമവാർഷികത്തിൽ ആദരവർപ്പിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഈ ജോസഫ് വിജയ്. അപ്പോൾ വിജയുടെ നടപടി വലിയ വിവാദത്തിലേക്ക് ഇപ്പോൾ പോയിട്ടുണ്ട്. അതിന് കാരണം പ്രഭാകരനെ അയാളെ കൊടും ഭീകരനായാണ് നമ്മൾ കാണുന്നത്. LTTE നിരോധിത സംഘടനയാണ് ഇന്ത്യയിൽ. കാരണം രാജീവ് ഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കൊലപ്പെടുത്തിയ കൊടും ഭീകരനാണ് ഈ പറഞ്ഞ കക്ഷി, ഈ വേലുപ്പിള്ള പ്രഭാകരൻ എന്ന് പറയുന്നയാൾ. അയാളെ നിലവിൽ പുകഴ്ത്തി വാഴ്ത്തി രംഗത്ത് വരികയാണ് ഈ വിജയ് ചെയ്തിട്ടുള്ളത്. അതായത് ഇന്ത്യ നിരോധിച്ച കൊടും ഭീകരന് വാഴ്ത്തുപാട്ട് പാടുകയാണ് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി, ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മുഖ്യമന്ത്രി. എത്രത്തോളം വിനാശകരമായ അവസ്ഥയിലേക്കാണ് തമിഴ്നാടിനെ ഈ ജോസഫ് വിജയ് നയിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ട കാര്യം, ഈ രാഹുൽ ഗാന്ധി അടങ്ങുന്ന കോൺഗ്രസ് സംഘം അവിടെ ഈ വിജയ്ക്ക് പിന്തുണ നൽകുന്നു എന്നുള്ളതാണ്. സ്വന്തം പിതാവിനെ കൊലപ്പെടുത്തിയ രാജീവ് ഗാന്ധിയെ കൊലപ്പെടുത്തിയ ആ വേലുപ്പിള്ള പ്രഭാകരന് വിജയ് പിന്തുണ നൽകുമ്പോൾ, ആദരവർപ്പിക്കുമ്പോൾ നിശബ്ദമായി കേട്ടിരിക്കാൻ, നോക്കിയിരിക്കാനേ കോൺഗ്രസിന് അവിടെ കഴിയുന്നുള്ളൂ. അവിടെ VCK എന്ന് പറയുന്ന പാർട്ടിയുണ്ട്. ആ പാർട്ടി LTTE അനുകൂലികളാണ്. അവർ വിജയിയെ പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടി ഇംഗിതത്തിനനുസരിച്ചാണ് വിജയ് പ്രവർത്തിച്ചത് എന്ന് വേണം കരുതാൻ. മിസ്റ്റർ ജോസഫ് വിജയ്, നിങ്ങൾ ഓർക്കേണ്ട കാര്യം, കശ്മീരിൽ അവിടുത്തെ ഭീകരവാദം അടിച്ചമർത്താൻ അറിയാമെങ്കിൽ, ബസ്തറിൽ മാവോയിസ്റ്റ് പ്രവർത്തനം അടിച്ചമർത്താൻ അറിയാമെങ്കിൽ, വളഞ്ഞ വഴിയിലൂടെ പിന്നാമ്പുറത്തുകൂടിയുള്ള നിങ്ങളുടെ ഈ കടന്നുകയറ്റം, ഈ ഒളിച്ചു കടത്തൽ ഈ രാജ്യം ചെറുക്കും, എതിർത്ത് തോൽപ്പിക്കുകയും ചെയ്യും. കോൺഗ്രസിന് രാജീവ് ഗാന്ധി ആരുമല്ലായിരിക്കാം, അവർ മറന്നുപോയും കാണാം. പക്ഷേ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു രാജീവ് ഗാന്ധി. അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ സംഘടന ഞങ്ങൾക്ക് ഭീകര സംഘടന തന്നെയാണ്. മറ്റൊരു വാർത്തയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ പോകുന്നു. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് 2027 നടക്കാൻ പോകുന്നത്. പക്ഷേ BJPയുടെ രീതി നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവരുടെ തെരഞ്ഞെടുപ്പ് മിഷണറി ഒന്നാകെ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുന്ന സൈറ്റിലേക്ക് പോകും. അടുത്ത പണി സൈറ്റിലേക്ക് പണിക്കാരെല്ലാം പോകുന്നു എന്ന് പറയുന്നത് പോലെയാണ്. മുഴുവൻ ടീമും അവിടേക്ക് പോകുന്ന ഒരു രീതിയാണ്. പക്ഷേ ഇത്തവണ വലിയ വെല്ലുവിളി BJP ഉത്തർപ്രദേശിൽ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. താഴെത്തട്ടിൽ മുതൽ പ്രാദേശിക MLA-മാർക്കെതിരെ വലിയ അതൃപ്തിയുണ്ട്. യോഗിയുടെ പ്രതിച്ഛായയ്ക്ക് കളങ്കമേറ്റിട്ടില്ലെങ്കിലും ഈ പ്രാദേശിക MLA-മാരോട് കടുത്ത അതൃപ്തി പ്രകടിപ്പിക്കുന്നു. അതിനുമപ്പുറം മുസ്ലിം യാദവ് എന്ന കോമ്പിനേഷൻ വിട്ട് മുസ്ലിം യാദവ് കുർമി കോമ്പിനേഷനിലേക്ക് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പോകുന്നു. RLDയെ സ്വന്തം പാളയത്തിൽ കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിന് BJP എന്ത് ചെക്കാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളത് കൂടി നമുക്കൊന്ന് കാത്തിരുന്ന് കാണാം. ഉത്തർപ്രദേശ് 2027 തെരഞ്ഞെടുപ്പിലേക്ക്
BJPയും സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒക്കെ ചേർന്ന് എന്ത് തയ്യാറെടുപ്പാണ് നടത്തുന്നത്? ആ സ്റ്റോറിയിലേക്ക് നമുക്കൊന്ന് വേഗം പോയി വരാം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉത്തർപ്രദേശിൽ തിരിച്ചടി നേരിട്ടതിനു ശേഷം ഭരണകക്ഷിയുടെ ആധിപത്യം ക്ഷയിച്ചുവെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ. സമാജ്വാദി പാർട്ടി മുസ്ലിം യാദവ് കൂട്ടുകെട്ടിന് പുറത്ത് പിന്നാക്ക വിഭാഗങ്ങൾ, ദളിതർ എന്നിവരെ ഒപ്പം ചേർത്ത് ശക്തമായ മുന്നേറ്റം നടത്തി. ഇന്ത്യ സഖ്യത്തിലൂടെ കോൺഗ്രസും സംസ്ഥാനത്ത് സാന്നിധ്യം പ്രകടമാക്കുകയുണ്ടായി. എന്നാൽ ബീഹാറിലും ബംഗാളിലും അസമിലും നേടിയ വിജയങ്ങൾ ഉത്തർപ്രദേശിൽ BJPയുടെ ഉയർത്തെഴുന്നേൽപ്പിന് കാരണമായിട്ടുണ്ട്. (2024) ഫലം BJPയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗിലെ ദൗർബല്യങ്ങൾ തുറന്നു കാട്ടിയിരുന്നു. പാർട്ടിയുടെ സീറ്റ് എണ്ണം ഗണ്യമായി കുറഞ്ഞപ്പോൾ സമാജ്വാദി പാർട്ടി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറി. അതിനുശേഷം 2027 മുന്നിൽ കണ്ടുകൊണ്ട് സംഘടനാപരമായും ജാതി സമവാക്യങ്ങൾ പരിഗണിച്ചും BJP തിരുത്തലുകൾ ആരംഭിച്ചു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ മന്ത്രിസഭാ വികസനവും പുനഃസംഘടനയും അതിന്റെ ഭാഗമായിട്ടാണ് വിലയിരുത്തപ്പെട്ടത്. വ്യക്തിപരമായി യോഗിയുടെ പ്രതിച്ഛായ ശക്തമാണെങ്കിലും ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ട്. MLA-മാരിൽ പകുതിയിലധികവും തോൽവി മണക്കുന്നു. എന്നാൽ മൈക്രോ ലെവൽ ബൂത്ത് മാനേജ്മെന്റ്, യോഗി പ്രതിച്ഛായ, ഹിന്ദുത്വം, അടിത്തട്ടിളക്കിയുള്ള പ്രചാരണം എന്നിവയിലൂടെ പ്രതിസന്ധി മറികടക്കാമെന്ന് BJP കണക്കുകൂട്ടുന്നു. ക്ഷേമ പദ്ധതികളും സ്ത്രീ സുരക്ഷയും വനിതാ വോട്ടർമാരെ BJPക്കൊപ്പം തന്നെ ഉറപ്പിച്ചു നിർത്തുന്നുണ്ട്. അറ്റകൈ എന്ന നിലയിൽ പ്രാദേശിക എതിർപ്പ് നേരിടുന്ന MLA-മാരിൽ പലർക്കും ഇക്കുറി സീറ്റ് നൽകേണ്ടതില്ല എന്നും തീരുമാനമുണ്ട്. തുടർച്ചയായ മൂന്നാം BJP വിജയം യോഗി ആദിത്യനാഥിനെയും BJPയെയും സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. പാർട്ടിക്കുള്ളിൽ യോഗി അനിഷേധ്യനായി മാറും എന്നതിനൊപ്പം 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ അടിത്തറ ഭദ്രമാക്കാനും സാധിക്കും. അഖിലേഷ് യാദവിന് 2027 തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ഭാവി നിർണയിക്കുന്ന പോരാട്ടമായിരിക്കും. 2017 22 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ശേഷം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നേട്ടം സമാജ്വാദി പാർട്ടിക്ക് പുതുജീവൻ നൽകി. എന്നാൽ BJPയുടെ പുതിയ വിജയങ്ങൾ രാഷ്ട്രീയ അന്തരീക്ഷം വീണ്ടും മാറ്റിയിട്ടുണ്ട്. 2024 യാദവ് മുസ്ലിം അടിസ്ഥാനത്തിൽ പുറത്തേക്കും വ്യാപിക്കാൻ സഹായിച്ച PDA ഫോർമുല അഖിലേഷ് തുടരുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ BJPയുടെ പുതിയ ജാതി അടിസ്ഥാനത്തിലുള്ള സമീപനം യാദവേതര OBC ദളിത് വോട്ടുകൾ ഏകോപിപ്പിക്കുന്നത് SPക്ക് കൂടുതൽ ബുദ്ധിമുട്ടാക്കും. എങ്കിലും കുർമി സമുദായത്തെ ഒപ്പം നിർത്താൻ ശ്രമിച്ചും RLDയെ സഖ്യത്തിൽ എത്തിക്കാൻ നീക്കം ആരംഭിച്ചും അഖിലേഷ് തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ നേടാനായെങ്കിലും കോൺഗ്രസിന് സംസ്ഥാനത്ത് ഇപ്പോഴും ശക്തമായ സംഘടനാ അടിത്തറയില്ല. കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാനും സംഘടന ശക്തിപ്പെടുത്താനും കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും സമാജ്വാദി പാർട്ടി കാര്യമായ പിന്തുണ നൽകുന്നില്ല. മായാവതിയുടെ നേതൃത്വത്തിലുള്ള ബഹുജൻ സമാജ് പാർട്ടി ഏറെക്കുറെ തകർന്നെങ്കിലും ചില പോക്കറ്റുകളിൽ ഇപ്പോഴും നിർണായക സാന്നിധ്യമാണ്. ദളിതർ, മുസ്ലിങ്ങൾ, പിന്നാക്ക വിഭാഗങ്ങൾ എന്നിവരിലേക്കുള്ള സാമൂഹിക ഇടപെടലുകൾ മായാവതി വീണ്ടും ശക്തമാക്കിയിട്ടുണ്ട്. ഫലത്തിൽ അത് BJP വിരുദ്ധ വോട്ടുകൾ വിഭജിക്കുന്നതിന് കാരണമാകും എന്നാണ് കരുതുന്നത്. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി. ബംഗാൾ BJP നേടിയതിന് ശേഷം വളരെ പ്രസക്തമായ മാറ്റങ്ങൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും എന്നുള്ളതാണ് വാർത്തകളിലൂടെ നമ്മൾ കാണുന്നത്. ബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ ഗവേണൻസ് നടക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്നും നമ്മുടെ ഹിന്ദി ബെൽറ്റിലെ മാധ്യമ പ്രവർത്തകരിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഏറ്റവും സുപ്രധാനമായ വിവരം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ ഈ വാർത്ത അവതരിപ്പിക്കുന്ന സ്ഥലം ഇത് കർത്തവ്യ പത്താണ്. അവിടെ ഭംഗിയായി പരിപാലിക്കുന്ന ഒട്ടനവധി പാർക്കുകൾ, ജലധാരകൾ ഒക്കെ തന്നെയുണ്ട്. നമ്മുടെ ക്യാമറമാൻ കൃഷ്ണകുമാർ അതുകൂടി നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊന്ന് കാണിച്ചു തരികയും ചെയ്യും. അപ്പോൾ പ്രേക്ഷകർ, നമ്മുടെ ബംഗാളിലെ
രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ പശ്ചിമ ബംഗാളിൽ BJP സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ മമതാ ബാനർജി നടപ്പാക്കിയ നയങ്ങൾ അടിമുടി പരിഷ്കരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത. നടു റോഡിൽ നിസ്കാരം നിരോധിച്ചു എന്നുള്ളതാണ്. ഒരു കാര്യം ഓർക്കേണ്ടത്, ഞാനും നിങ്ങളുമൊക്കെ യാത്ര ചെയ്യുന്ന നടു റോഡിൽ വെള്ളിയാഴ്ച ദിവസം അത് 1000-ഓ 2000-ഓ അല്ല, പല ഭാഗങ്ങളിലായി 10,000-കണക്കിന് ആളുകൾ അണിനിരന്ന് ഈ നിസ്കാരം നിർവഹിക്കുക എന്ന് പറയുന്നത് ഏതാണ്ട് അരമണിക്കൂറിലധികം ഈ റോഡ് ഗതാഗതം തടഞ്ഞുകൊണ്ട് നിസ്കാരകർമ്മം നിർവഹിക്കുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല എന്നാണ് പശ്ചിമ ബംഗാൾ സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും നമ്മൾ തന്നെ ചിന്തിക്കണം, ആരാധന എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ സ്വകാര്യമായ കാര്യമാണ്. റിലീജിയൻ, മതം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ സ്വകാര്യമായ കാര്യമാണ്. അത് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്കാകരുത് എന്നിപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 80-ലധികം മുസ്ലിം വിഭാഗങ്ങൾ ഉൾപ്പെട്ട OBC പട്ടിക റദ്ദാക്കിയിരിക്കുന്നു. അതായത് മമതാ ബാനർജി ചെയ്ത ഒരു കൊടും ചതി, OBC വിഭാഗങ്ങളോട് ചെയ്ത കൊടും ചതി എന്തെന്നാൽ ഈ OBC പട്ടിക പരിഷ്കരണത്തിന്റെ സംവരണത്തിന്റെ പേരിൽ 80-ലധികം മുസ്ലിം വിഭാഗങ്ങളെ അതിലേക്ക് തിരികെ കയറ്റി എന്നുള്ളതാണ്. ഒരു തരത്തിലും ആ പട്ടികയിൽ ഉൾപ്പെടരുതാത്ത ആളുകളെയാണ് അതിലേക്ക് ഇവർ മതം പറഞ്ഞ് തിരികെ കയറ്റിയത് എന്നുള്ളതാണ്. ആ പട്ടിക ഇപ്പോൾ സുവേന്ദു അധികാരി സർക്കാർ റദ്ദാക്കി എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മറ്റൊന്ന്, ഇമാമുമാർക്ക് നൽകിയിരുന്ന 3000 രൂപയും പുരോഹിതന്മാർക്ക് നൽകിയിരുന്ന 2000 രൂപയും നിർത്തലാക്കി. ഈ ഇമാമുമാർക്ക് എല്ലാ മാസവും 3000 രൂപ വെച്ച് നൽകുകയും പൂജാരിമാർക്ക് 2000 രൂപ വെച്ച് നൽകുകയും ചെയ്യുന്ന ഒരു പണിയുണ്ടായിരുന്നു. മതത്തിന്റെ പേരിൽ ഇനി ഒരാൾക്കും ഒരു ചില്ല് കാശും നൽകേണ്ടതില്ല എന്നുള്ളതാണ് സുവേന്ദു അധികാരി സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന തീരുമാനം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഏറ്റവും മതേതരമായ തീരുമാനം എന്ന് വേണം ഇതിനെ പറയേണ്ടത്. മറ്റൊന്ന്, അനധികൃത ബംഗ്ലാദേശികൾ പൊതുനിരത്ത് കയ്യേറി നടത്തിയിരുന്ന കച്ചവടങ്ങൾ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തി എന്നുള്ളതാണ്. ഞാൻ കൽക്കട്ടയിൽ പോയതാണ്. ഞാൻ ഹൗറ റെയിൽവേ സ്റ്റേഷന് സമീപത്തും ഹൗറ ബ്രിഡ്ജിന്റെ സമീപത്തുമൊക്കെ പോയതാണ്. നമുക്ക് അവിടുത്തെ ആ ഫുട്പാത്തിലൂടെ നടക്കാൻ കഴിയില്ല. ഞാനും എൻ്റെ ക്യാമറമാൻ കൃഷ്ണകുമാറും പരസ്പരം ചോദിച്ചതാണ്, ഇവിടുത്തെ ആളുകൾ ഏതിലെയാണ് നടക്കുന്നത്, ഈ റോഡിന്റെ നടുക്കൂടി നടക്കുകയാണോ എന്നുള്ളത്. അവിടുത്തെ വാഹനങ്ങളൊക്കെ ചീറിപ്പാഞ്ഞാണ് പോകുന്നത്, ഏത് നിമിഷവും അപകടമുണ്ടാകുന്ന അവസ്ഥ. അവിടെ ഈ ഇല്ലീഗൽ ബംഗ്ലാദേശി ഇൻഫിൽട്രേറ്റേഴ്സ് ആണ് ഈ കച്ചവടങ്ങൾ മുഴുവൻ നടത്തിയിരുന്നത്. ആ കച്ചവടങ്ങൾ മുഴുവൻ ബുൾഡോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിലവിലിപ്പോൾ സുവേന്ദു അധികാരി സർക്കാർ. ഈ നമാസിനെതിരെയും ഈ ബുൾഡോസർ നടപടിക്കെതിരെയും കലാപം അഴിച്ചുവിടാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ അടിച്ചമർത്താൻ തന്നെയാണ് നിലവിൽ സുവേന്ദു അധികാരി സർക്കാരിൻ്റെ തീരുമാനം. മറ്റൊരു കാര്യത്തിലേക്ക് കൂടി പോകാനുള്ളത്, അതായത് മമതാ ബാനർജിയുടെ സാരിയുടെ നിറത്തിലാണ് അവിടുത്തെ മുഴുവൻ ഡിവൈഡറുകളിലും മരങ്ങളിലും വരെ കളർ അടിച്ചു വെച്ചിരുന്ന നീലയും വെള്ളയും. അതെല്ലാം തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. യെല്ലോയും അതോടൊപ്പം വൈറ്റും, ഈ 2 കളറിലേക്ക് സംസ്ഥാനം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മമതാ ബാനർജി ഉടുക്കുന്ന സാരിയായിരുന്നു ഒരു കാലത്ത് അവിടുത്തെ സർക്കാർ ഓഫീസുകളുടെയും അവിടെ നിൽക്കുന്ന മരങ്ങളുടെയും വരെ കളർ എന്ന് പറഞ്ഞാൽ ഒന്ന് ഓർത്തു നോക്കൂ, ആ മരങ്ങൾക്ക് വരെ പെയിന്റ് അടിച്ചു വെക്കുമായിരുന്നു. ഞങ്ങളത് നേരിട്ട് കണ്ടതാണ് കൽക്കട്ടയിൽ പോയപ്പോൾ. മറ്റൊന്ന്, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അക്രമ സംഭവങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു സുവേന്ദു അധികാരി സർക്കാർ എന്നാണ് പറയുന്നത്. 3 മാസം കൊണ്ട് 61 BJP പ്രവർത്തകരെയാണ് കൊന്നു തള്ളുകയുണ്ടായത്. ഈ 61 ആളുകളെ കൊന്നു തള്ളിയ, ഒട്ടനേകം സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത ഈ നരാധമന്മാർക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുവേന്ദു അധികാരി സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2, സ്ത്രീ സുരക്ഷയ്ക്കും അഴിമതി തടയുന്നതിനും വേണ്ടി പ്രത്യേക സംവിധാനം ഒരുക്കിയിരിക്കുന്നു, പ്രത്യേക ഏജൻസിയെ തന്നെ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊന്ന്. സന്ദേശ് ഖലിയിലും RG-കർ മെഡിക്കൽ കോളേജിലുമൊക്കെ തൃണമൂൽ ഭരണത്തിൽ സ്ത്രീകൾ പിച്ച് ചീന്തപ്പെട്ട സാഹചര്യമുണ്ട്. അതൊഴിവാക്കുക എന്നുള്ളതാണ്. അടിമുടി അവിടുത്തെ പോലീസുകാരൻ വരെ 10 രൂപ കൊടുത്താൽ നമ്മോടൊപ്പം വന്ന് എന്തു ജോലിയും ചെയ്യുന്ന അവസ്ഥയായിരുന്നു ബംഗാളിൽ. ആ അഴിമതിക്ക് തടയിടാനുള്ള നീക്കവും ഇപ്പോൾ സുവേന്ദു അധികാരിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ഒടുവിലായി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര സുവേന്ദു അധികാരി സർക്കാർ അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പ്രതിമാസം 3000 രൂപ അവിടെ നിക്ഷേപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പൊതുജനങ്ങളിൽ നിന്നും പരാതികൾ കേൾക്കാൻ ജനതാ ദർബാർ ആരംഭിച്ചിരിക്കുന്നു.
തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് നൽകിയിരുന്ന അമിത സുരക്ഷ പിൻവലിച്ചിരിക്കുന്നു സുവേന്ദു അധികാരി സർക്കാർ എന്നുള്ളതും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. അതായത് ജനകീയ സർക്കാരായി സുവേന്ദു അധികാരി സർക്കാർ ബംഗാളിൽ മാറുന്നു എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ പറയുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ബംഗാളിൽ നടക്കുന്ന ഓരോ പരിഷ്കാര നടപടികൾ സംബന്ധിച്ചും കൃത്യമായ വാർത്തകൾ പ്രിയപ്പെട്ട ജനങ്ങളിലേക്ക് എത്തിക്കും. കാരണം ഒരു പ്രത്യേക കാര്യമുണ്ട്, നമ്മുടെ മാധ്യമങ്ങൾ ഇനി ബംഗാളിൽ നടക്കാൻ പോകുന്ന ചെറിയ കാര്യങ്ങൾ വരെ ഊതിപ്പെരിപ്പിച്ച് കേരളത്തിലേക്ക് എത്തിക്കും. അവരോടായി പറയാനുള്ളത് ഒരു കാര്യം മറക്കണ്ട, ജനം ടിവിക്ക് ഡൽഹിയിൽ ഒരു ബ്യൂറോയുണ്ട്, VP ഹൗസ് നമ്പർ 17 എന്നാണ് ആ ബ്യൂറോയുടെ പേര്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഏത് തരത്തിലുള്ള നെറേറ്റീവ് ഉണ്ടാക്കിയാലും ജനം TV ആ നിമിഷം അത് പൊളിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വെറുതെ നിങ്ങളുടെ സമയം കളയണ്ട. അപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ പോവുകയാണ്. പഞ്ചാബ് തെരഞ്ഞെടുപ്പ് ഇടവേളയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യമാണ് പഞ്ചാബ് തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. പഞ്ചാബിൽ അതിശക്തമായ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആം ആദ്മി പാർട്ടിയും BJPയും പരസ്പരം കൊമ്പ് കോർക്കുകയാണ് പഞ്ചാബിൽ. അവിടുത്തെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ അവിടെ വാർത്തയായി വരുന്നു. അവിടുത്തെ രാജ്യസഭാ അംഗങ്ങളായ 7 പേരെ സ്വന്തം പാളയത്തിലെത്തിച്ച് BJP ആദ്യ വെടി പൊട്ടിച്ചിട്ടുണ്ട്. അവിടെ വലിയ തോതിൽ BJPയും ഈ ആം ആദ്മി പാർട്ടിയും തമ്മിൽ സംഘർഷത്തിലേക്കും കാര്യങ്ങൾ നീങ്ങുന്നു. പക്ഷേ ആരാകും 2027 പഞ്ചാബ് പിടിക്കാൻ പോകുന്നത്? അവിടെ തെരഞ്ഞെടുപ്പ് കളം ഒരുങ്ങുമ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ജനം TVയിലൂടെ ആദ്യം അറിയാം. ആ പാക്കേജിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 8 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കും 105 മുനിസിപ്പൽ കൗൺസിലുകളിലേക്കും മെയ് 26-ന് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പൊളിറ്റിക്കൽ നറേറ്റീവുകൾ സൃഷ്ടിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് ആം ആദ്മി പാർട്ടിയും BJPയും. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് ഇരു പാർട്ടികളുടെയും നീക്കം. 7 ആം ആദ്മി രാജ്യസഭാ MPമാരെ സ്വന്തം പാളയത്തിൽ എത്തിച്ച് നേതൃനിര BJP ശക്തമാക്കി കഴിഞ്ഞു. ആം ആദ്മി പാർട്ടിയുമായി നേരിട്ട് ഏറ്റുമുട്ടി കേഡർ സംവിധാനം കൂടി ശക്തിപ്പെടുത്തുകയാണ് അടുത്ത ലക്ഷ്യം. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർഷക നിയമ വിവാദത്തെ തുടർന്ന് പഴയ സഖ്യകക്ഷിയായ ശിരോമണി അകാലിദളുമായി വേർപിരിഞ്ഞ് BJP ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. അന്ന് BJPക്ക് വെറും 2 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. എന്നാൽ കടുത്ത പ്രതിഷേധത്തിനിടയിൽ സീറ്റ് നേടാൻ സാധിച്ചില്ലെങ്കിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഷെയർ 18% ഉയർത്താൻ BJPക്ക് സാധിച്ചു. ഇതിലൂടെ അടിത്തട്ടിൽ ജനപിന്തുണയുണ്ടെന്ന് തെളിയിക്കാൻ BJPക്ക് സാധിച്ചു. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടെ തണലിൽ വളർന്നുവരുന്ന ഖലിസ്ഥാൻ വാദവും പാക് സ്പോൺസേഡ് സ്ഫോടനങ്ങളും ഫലപ്രദമായി BJP ഉപയോഗിക്കുന്നുണ്ട്. അതേസമയം ആം ആദ്മി പാർട്ടിയുടെ കാഴ്ചപ്പാടിൽ BJP പഞ്ചാബിൽ രാഷ്ട്രീയമായി പ്രയോജനകരമായ എതിരാളിയാണ്. കേന്ദ്ര കാർഷിക നയങ്ങൾക്കെതിരായ സമരത്തിനു ശേഷം ഗ്രാമീണ മേഖലകളിൽ BJPക്കെതിരെ നിലനിന്ന ശക്തമായ വികാരം ഇപ്പോഴും ഉള്ളതായി അവർ കണക്കുകൂട്ടുന്നു. ഭരണവിരുദ്ധ വികാരത്തിൽ കോൺഗ്രസിലേക്ക് പോകേണ്ട വോട്ടുകൾ കൂടി BJP പിടിച്ചാൽ ചെറിയ മാർജിനിൽ തുടർഭരണം ഉറപ്പിക്കാമെന്നും അവർ കണക്കുകൂട്ടുന്നു. മെയ് 12-ന് ലുധിയാന ജില്ലയിലെ സംറാലയിൽ നടത്തിയ പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ BJP അധികാരത്തിലെത്തിയാൽ കാർഷിക നിയമങ്ങൾ വീണ്ടും കൊണ്ടുവരുമെന്നും തെരഞ്ഞെടുപ്പിന് മുൻപ് മതവിഭജനവും സാമുദായിക സംഘർഷവും സൃഷ്ടിച്ച് വോട്ടർമാരെ ധ്രുവീകരിക്കുകയാണ് BJPയുടെ രാഷ്ട്രീയ തന്ത്രമെന്നും ആരോപിക്കുകയുണ്ടായി. BJPയിൽ നിന്നും ആം ആദ്മി പാർട്ടി നേരിടുന്ന പോരാട്ടം എത്ര വലുതാണെന്ന് മുഖ്യമന്ത്രിയുടെ ഭയം സൂചിപ്പിക്കുന്നു. അതേസമയം പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് കളി കണ്ടു നിൽക്കുകയാണ്. ആം ആദ്മി പാർട്ടിയും BJPയും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണെന്നും നിലവിൽ നടക്കുന്ന ഏറ്റുമുട്ടൽ രാഷ്ട്രീയ നാടകം മാത്രമാണെന്നും അവർ ആരോപിക്കുന്നു. അതേസമയം പഞ്ചാബ് ഇതുവരെ കാണാത്ത തരത്തിൽ തെരഞ്ഞെടുപ്പ് രംഗം കൊഴുക്കുകയാണ്. ഓപ്പറേഷൻ ലോട്ടസ് ഏത് നിമിഷവും ആം ആദ്മി പാർട്ടിയെ ചിഹ്ന ഭിന്നമാക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. തെരുവ് പ്രതിഷേധങ്ങൾ, രാഷ്ട്രീയ പ്രചാരണങ്ങൾ, ഭീഷണിപ്പെടുത്തൽ ആരോപണങ്ങൾ, BJP പാർട്ടി ഓഫീസുകൾ ആക്രമിക്കൽ എന്നിവയെല്ലാം 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുക്കലായാണ് കരുതപ്പെടുന്നത്. എസ് ശ്രീകാന്ത്,
ജനം, ഡൽഹി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പഞ്ചാബിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കളമൊരുങ്ങുകയാണ്. അവിടെ 2027 എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഓരോ ദിവസവും നമ്മൾ എത്തിക്കുകയും ചെയ്യും. പഞ്ചാബിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. എണ്ണവിലയുമായി ബന്ധപ്പെട്ടാണ് ഒരു വളരെ നിർണായകമായ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം വന്നു. പെട്രോളിയം ജോയിന്റ് സെക്രട്ടറി സുജാത സിംഗ് ഒരു പ്രഖ്യാപനം നടത്തിയത് റഷ്യയിൽ നിന്നും ഇന്നും ഇന്ത്യ ഓയിൽ വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നുണ്ടോ ഇല്ലയോ എന്ന സംശയമുള്ള മലയാളികളായ ആളുകൾക്കാണ് അവരോട് പറയാനുള്ളത്, ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നുണ്ട്, ഇനിയും വാങ്ങും. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാനാണ് അത് എന്ന് ഇതിനോടകം തന്നെ സുജാത സിംഗ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സംശയങ്ങൾ ദൂരീകരിക്കപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ പാക്കേജിലേക്ക് പോവുകയാണെങ്കിൽ, ഈ ലോകത്താകമാനം ഊർജ്ജ പ്രതിസന്ധി ശക്തമാകുമ്പോഴും ഇന്ത്യയിൽ വെറും 3% ഈ പെട്രോളിനും ഡീസലിനും ഇതുവരെയും വില വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് 90 പൈസയാണ് അഡീഷണലായി ഇന്ന് വില വർധനവുണ്ടായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും വലിയ മുറവിളി, പെട്രോൾ ഡീസൽ വിലയിൽ വലിയ വർധനവുണ്ടായി, ഇത് സർക്കാരിൻ്റെ കൊടിയ ജനദ്രോഹമാണ് എന്ന തരത്തിലൊക്കെ തന്നെ വലിയ വാർത്തകളൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഈ ലോകം മുഴുവൻ ഈ പ്രതിസന്ധിയുണ്ട്. ലോകത്ത് ഈ പ്രതിസന്ധി ബാധിക്കാത്ത ഒരു രാജ്യവുമില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ അയൽ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളിടത്ത് എന്താണ് സ്ഥിതി എന്നുകൂടി നമുക്കൊന്ന് അറിഞ്ഞു വരാം. അതിനുശേഷം നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇന്ത്യ എത്രത്തോളം ഭേദമാണോ അല്ലയോ എന്നുള്ളത്. ആ പാക്കേജിലേക്ക്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ലോകമെമ്പാടും ഇന്ധനവില കുത്തനെ ഉയർന്നപ്പോൾ ഇന്ത്യയിൽ മാത്രം അത് പൊതുജനത്തെ ഇതുവരെയും കാര്യമായി ബാധിച്ചിട്ടില്ല. പല രാജ്യങ്ങളിലും പെട്രോൾ ഡീസൽ വില 20% മുതൽ 100% വരെ ഉയർന്നപ്പോൾ ഇന്ത്യയിൽ വർധനവ് പെട്രോളിനും ഡീസലിനും 3% മാത്രമായി നിയന്ത്രിക്കപ്പെട്ടു. ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 കടന്നതും ആഗോള വിപണികൾ അസ്ഥിരമായ സാഹചര്യത്തിലും പൊതുജനങ്ങൾക്ക് വിലക്കയറ്റവും സാമ്പത്തിക സമ്മർദ്ദവും കുറയ്ക്കുന്നതിനായി ഇന്ത്യയിലെ പൊതുമേഖലാ എണ്ണക്കമ്പനികൾ ആഴ്ചകളോളം വലിയ നഷ്ടം സഹിച്ചു. ആഗോളതലത്തിലെ കണക്കുകൾ പരിശോധിച്ചാൽ 112% വില വർധനവുമായി മ്യാൻമാറാണ് ലോകത്ത് 1-ാം സ്ഥാനത്ത്. പെട്രോളിന് 56%, ഡീസലിന് 71% വില വർധനവുമായി മലേഷ്യയാണ് 2-ാമത്. പെട്രോൾ 54%, ഡീസൽ 44% എന്നിങ്ങനെ പാകിസ്ഥാൻ വില വർധനയിൽ 3-ാമതാണ്. പാകിസ്ഥാനിൽ ഊർജ്ജ അടിയന്തരാവസ്ഥയടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ അയൽ രാജ്യമായ നേപ്പാളിൽ പെട്രോൾ വിലയിൽ 38%, ഡീസൽ വിലയിൽ 58% വർധനവ് രേഖപ്പെടുത്തി. ശ്രീലങ്കയിൽ പെട്രോൾ 38%, ഡീസൽ 48% എന്നിങ്ങനെയാണ് വില കൂടിയത്. ബംഗ്ലാദേശിൽ പെട്രോൾ വില 16%, ഡീസൽ വില 17% വർദ്ധിച്ചു. ഇറാനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള അമേരിക്കയിൽ പെട്രോൾ വിലയിൽ 44%, ഡീസൽ വിലയിൽ 48% വർധനവ് രേഖപ്പെടുത്തി. ചൈനയിൽ പെട്രോൾ 21%, ഡീസൽ 23% എന്നിങ്ങനെയാണ് വർധനവ്. യൂറോപ്പിലും സ്ഥിതി വ്യത്യസ്തമല്ല. UK-യിൽ പെട്രോൾ 19%, ഡീസൽ 34%. ജർമ്മനിയിൽ പെട്രോൾ 13%, ഡീസൽ 19%. ഫ്രാൻസ് പെട്രോൾ 20%, ഡീസൽ 31% എന്നിങ്ങനെ കാര്യമായ തോതിൽ വർധനവുണ്ടായി. പ്രധാന എണ്ണ ഉൽപ്പാദക രാജ്യമായ സൗദി അറേബ്യ മാത്രമാണ് വില വർദ്ധിപ്പിക്കാത്തത്. അതേസമയം പൊതുമേഖലാ എണ്ണക്കമ്പനികൾ ഉൾപ്പെടെ പ്രതിദിനം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടത്തിലാണ് ഇപ്പോഴും കച്ചവടം തുടരുന്നത്. കൂടുതൽ വില വർധനവിനായി കേന്ദ്ര സർക്കാരിനെ സമീപിച്ചെങ്കിലും പൊതുജനങ്ങൾക്ക് അമിതഭാരം നൽകേണ്ടെന്ന തീരുമാനത്തിലാണ് മോദി സർക്കാർ. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി.